ഡാർക്ക് ഹ്യൂമർ സബ്ജക്റ്റാണ്. വേറെ വല്ല സൂപ്പർ സ്റ്റാറൊക്കെ അഭിനയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നാളെ തൊട്ട് വിഷയമാണ്. ഈ ഹിന്ദു കസ്റ്റമിനെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പീക്ക പോലെ. നല്ല സിനിമ, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. ഡാർക്ക് ഹ്യൂമറാണ്. ചിലപ്പോൾ നോർമലൈസ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വേറെ ലെവലിൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൈജു കുറുപ്പിൻ്റെ വിഷയമൊന്നും വരത്തില്ല. ഇപ്പോൾ വിജയ് അല്ലെങ്കിൽ ലാലേട്ടനൊക്കെ ആണെങ്കിൽ നാളെ തൊട്ട് ചിലപ്പോൾ ഹിന്ദു കസ്റ്റമിനെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞേനെ. പക്ഷേ അവർ നല്ലൊരു ത്രില്ലറാണ് ഇത്. ശരിക്കും ഒരു കോമഡിയൊക്കെ ഇട്ട് കാണിച്ചു പോകുന്നൊരു ത്രില്ലർ. ഫസ്റ്റ് പാർട്ട് നമുക്കൊരു തിയേറ്റർ മെറ്റീരിയൽ അല്ലായിരുന്നു, നമുക്കൊരു OTT കാണാനുള്ളേ ഉള്ളൂ. പക്ഷേ ഇതൊരു തിയേറ്റർ മെറ്റീരിയലാണ്. ക്ലൈമാക്സ് ഒക്കെ ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വർത്താണ്. ഫസ്റ്റ് പാർട്ട് എങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ആ സിനിമയുടെ ഒരു നിലവാരം ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കുറച്ച് ഡാർക്ക് ആവുന്നുണ്ട് സിനിമ. ഫസ്റ്റ് പാർട്ട് അത്രയും ഡാർക്ക് അല്ലല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും. ഫസ്റ്റ് പാർട്ടിന് മുകളിലോട്ടൊന്നും പോയിട്ടില്ല, പക്ഷെ താഴോട്ടും പോയിട്ടില്ല. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. നല്ല പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്രൗഡ് വരും. ആക്ടിങ് എല്ലാവരും നന്നായിരുന്നു. പഴയതിലെ അതേ ക്രൂ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അവർ ഷൂട്ട് ചെയ്തതുപോലെ ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സ്റ്റെപ്പ് ചെയ്തു. സുരാജും കൊള്ളായിരുന്നു, നല്ല രസമായിരുന്നു. പഴയ സുരാജിനെ ചെറിയ റോളാണെങ്കിലും കാണാൻ പറ്റിയത്. അടിപൊളി. ഇത്രയും ചിരിച്ചിട്ടില്ല, അത്ര ഇഷ്ടപ്പെട്ടു പോയി. മീൻസ് ഇത് കോമഡി പടം അല്ല, ബ്ലാക്ക് ഹ്യൂമറാണ്. പക്ഷേ ഭയങ്കര സാധനം, തൃശ്ശൂർ റെഫറൻസും ഇതൊക്കെ എല്ലാം വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര വിഷയം പടം. കഴിഞ്ഞ പടത്തിനെ വെച്ച് കമ്പയർ ചെയ്യാനില്ല. അതൊരു സാധാരണ ഇമോഷണൽ വരെ ട്രാക്കി പോകണം. ഇത് പക്ക ബ്ലാക്ക് ഹ്യൂമർ കോമഡി പടമാണ്. പക്ക വർക്കായ സാധനമാണ്. അടിപൊളി സിനിമയാണ് മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ ഭരതനാട്യത്തിനെക്കാട്ടിയും മെച്ചപ്പെട്ടെന്ന് പറയുമ്പോൾ അതിൽ ഒരു 8-10 കഥാപാത്രങ്ങൾ എല്ലാവരും ഒന്നിനൊന്ന് മത്സരിച്ച് അഭിനയിച്ച സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് ഈ വെക്കേഷന് വന്ന് കാണാൻ പറ്റിയ ഒരു സൂപ്പർ ചിത്രം എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിലെ അടുത്ത ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ലോഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറച്ച് നമ്മുടെ ഒരു ആരാധനയായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കാണിച്ച് ഒരു സോഷ്യൽ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തതാണ്. പച്ചയായിട്ടുള്ള വിമർശനം, അത് പോസിറ്റീവായിട്ട് എടുത്താൽ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം അതൊരു ശരിക്കുള്ള കാര്യമാണ്, നമ്മുടെ പലരുടെയും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ വിവാദമാക്കാൻ വിമർശനമൊക്കെ ഉള്ള കാര്യമാണ്. പക്ഷേ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു രക്ഷയും നമ്മൾ ചിരിപ്പിച്ച് ഒരു വഴിക്കാക്കുന്ന സിനിമയാണ് മോഹിനിയാട്ടം. അടിപൊളി ത്രില്ലറാണ്, ഡാർക്ക് കോമഡി. അതിൽ ഈ ഒരു സിറ്റുവേഷനിൽ ചിരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്കയായിരുന്നു. അടിപൊളി, പറയേണ്ട കാര്യമില്ല. ഞാൻ ചിരിച്ചു. കാരണം ഒരു ഡാർക്ക് കോമഡിയാണ് പടം കേട്ടോ. അത് ആ ഒരു മൈൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ലോജിക്കൊന്നും നോക്കരുത്. ലോജിക്കിനൊന്നും വലിയ സ്ഥാനമില്ല. പക്ഷേ ആ ഫാമിലി നടക്കുന്ന ഭരതനാട്യം എവിടെയാണോ നിർത്തിയ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് മോഹിനിയാട്ടം. പേരൊക്കെ വളരെ കറക്റ്റാണ്. പെർഫോമൻസ് എല്ലാവരും കൊള്ളാം. സൈജു കുറുപ്പ്, ബേബി ജീന്, എടുത്തു പറയേണ്ട സുരാജ് വെഞ്ഞാറമ്മൂടും കലാരഞ്ജിനി, അവരുടെ രണ്ടുപേരുടെയും കുറച്ചും കൂടി ഒരുപടി മുകളിലുള്ളൊരു പെർഫോമൻസ് ഉണ്ട്. സുരാജ് ഇതുവരെ അയാളുടെ ലൈഫ് ചെയ്യാത്തൊരു കഥാപാത്രം കൂടെയാണ്. അത് എന്താണെന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും, സ്പോയിലറായി പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിൽ ഒരു ക്വാളിറ്റി ഉണ്ട്. വിനയ് ഫോർട്ട്, ജഗദീഷ്, പിന്നെ നമുക്ക് കണക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകളുടെ ഡയലോഗ് അവരെടുത്തിട്ടുണ്ട്, വേറെ സിനിമകളുടെ റെഫറൻസ് സ്പൂഫും ഒക്കെ. അതും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതാക്കാനുള്ള സമയം. ഞാൻ ഒരു ഹിന്ദുമത വിശ്വാസിയാണ്. പക്ഷേ ഇതിൽ ഈ പറയുന്ന ഈ രംഗങ്ങൾ കാണിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്ന രംഗങ്ങളാണ്. പ്രത്യേകിച്ച് ഈ മതപരമായിട്ടുള്ള ചില ചടങ്ങുകൾ വിമർശിക്കും. കാരണം എനിക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. ഈ തീക്കനലിൽ കൂടെ ആളുകൾ നടന്നു പോവുക, അതൊക്കെ നമ്മുടെ ദേഹത്തിനെയൊക്കെ പൊളിച്ചുകൊണ്ട് പോവുക. പിന്നെ ഈ തലയിൽ തേങ്ങ അടിച്ച് അങ്ങനെയൊക്കെയുള്ള വഴിപാടൊക്കെ നടത്തുന്ന ചില അമ്പലങ്ങളുണ്ട്. അതിനെയൊക്കെ ഒരു തമാശ രൂപേണ സിനിമയിൽ കാണിച്ചു കഴിഞ്ഞാൽ ആരുടെയും മതപരമായിട്ടുള്ള ചിന്ത വ്രണപ്പെടുത്തില്ല. ഫണ്ണായിട്ട് എടുക്കാൻ പറ്റിയ സിനിമയാണ്. നമുക്ക് ആ രീതിയിലെടുത്താൽ യാതൊരു ഇതുമില്ല. ഇതൊന്നും ആരും വിവാദം ഉണ്ടാക്കാനൊന്നും പോണില്ല. കാരണം ഒരു വിവാദം ഉണ്ടാക്കി രക്ഷപ്പെടുത്തേണ്ട സിനിമ അല്ല. പ്രേക്ഷകരെ ഏറ്റെടുത്തില്ല. തമാശ കൊണ്ട് മാത്രം ഈ സിനിമയെ പ്രേക്ഷകർ സൂപ്പർ ഹിറ്റ് ആക്കുമെന്നാണ് എൻ്റെ ഇഷ്ടം. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഈ വെക്കേഷൻ ഇറങ്ങിയ കുടുംബസമേതം നമുക്ക് യാതൊരു ചളിപ്പും വളിപ്പും ഇല്ലാതെ സന്തോഷത്തോടെ കണ്ടിറങ്ങാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്.